ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു മഗ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയല്ലോ, പെട്ടെന്നൊരു ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എയർ ഫ്രയറിൽ ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ 4 സ്പൂൺ മൈദയാണ് എടുത്തേക്കുന്നത്. പിന്നെ 2 സ്പൂൺ കൊക്കോ പൗഡർ. നമ്മൾ എന്തോരം മൈദ എടുക്കുന്നോ അതിൻ്റെ പകുതി കൊക്കോ പൗഡർ അങ്ങനെ ഇടും. പിന്നെ നമ്മൾ 3 സ്പൂൺ പഞ്ചസാരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനായിട്ട് എത്ര വേണോ അതൊക്കെ നമ്മുടെ ഇത്. പിന്നെ നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. പിന്നെ ഞാൻ അതിനകത്ത് വാനില എസൻസ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ നമ്മൾ പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ പോയി ഒരു തരി പോലും ഇല്ലാതെ പാലൊഴിച്ച് നമുക്ക് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഒത്തിരി ലൂസായി പോകരുത്. നമുക്കൊരു കേക്കിൻ്റെ ആ ഒരു പരുവല്ലേ, അതുപോലെ ഇത്തിരി തിക്കായിട്ട് എടുക്കാം. പിന്നെ നമ്മൾ മഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പം മഞ്ചിന് പകരം വേറെ ഏത് മുട്ടായി വേണേലും വെച്ച് കൊടുക്കാം. ഡെയറി മിൽക്കൊക്കെ ആണെങ്കിൽ നല്ല ചോക്ലേറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. മഞ്ച് അത്രയ്ക്ക് വരില്ല, പക്ഷെ എൻ്റെ ഫേവറേറ്റ് മുട്ടായി മഞ്ച് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മഞ്ച് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഡെയറി മിൽക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് ഒന്ന് ജസ്റ്റ് ലെയർ ചെയ്ത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട് 160 ഡിഗ്രിയിൽ. നമ്മൾ 6 മിനിറ്റാണ് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ മാക്സിമം ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. 160 ഡിഗ്രിയിൽ 18 മിനിറ്റ് ആട്ടോ വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. അപ്പോൾ അടിപൊളി കേക്ക് കേട്ടോ. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്, ഒന്നും പറയില്ല. പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ളതേ ഉള്ളൂ, ഒന്നും അറിയണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.